നീ എൻ ജീവനിൽ ഭാഗം 21. ഗോപിച്ചേട്ടാ, എനിക്ക് അതിനു മുമ്പ് ശ്രീദേവിനെയും ദക്ഷയെയും കാണണം, ശ്രീകുട്ടി പറഞ്ഞു. എന്തിന് എന്തിനാ അവരെ കാണുന്നത്? ഗോപിച്ചേട്ടൻ ചോദിച്ചു. എനിക്ക് അവരോട് സംസാരിക്കണം. സഞ്ജീവിനെ കുറിച്ച് എനിക്ക് പറയണം. എൻ്റെ കൂടെ അവർ കൂടിയുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് സഞ്ജീവിനെ തിരിച്ചു പിടിക്കാൻ പറ്റും, ശ്രീകുട്ടി പറഞ്ഞു. അതെങ്ങനെയാ മോളെ? അവരൊരിക്കലും അതിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല ഗോപിച്ചേട്ടാ. ദക്ഷ അവൾക്ക് എന്നെ മനസ്സിലാകും. അവളും ശ്രീദേവും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് സഞ്ജീവിനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ എന്തായാലും ശ്രീദേവിനെയും ദക്ഷയെയും കാണാൻ തന്നെ തീരുമാനിച്ചു. എന്റെ മനസ്സ് മനസ്സിലാക്കാൻ ദക്ഷയോളം മറ്റാർക്കും പറ്റില്ല. ഞാൻ എന്തായാലും കാണാൻ പറ്റുമോന്ന് ഒന്ന് നോക്കട്ടെ. ആട്ടിപ്പായിക്കാണെങ്കിൽ വേണ്ട, നമ്മൾ ഒറ്റയ്ക്ക് മതി, അവൾ പറഞ്ഞു. മോൾ എന്ത് ചെയ്താലും മോളുടെ കൂടെ ഞാൻ നിൽക്കും. എനിക്കും വയ്യ ഇനിയും അവന്റെ ഈ അവസ്ഥ കാണാൻ. ഓരോ ദിവസവും സ്വയം വേദനിപ്പിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും സഞ്ജീവ് അവന്റെ ജീവിതം നശിപ്പിക്കുകയാണ്. എനിക്കൊരിക്കലും ഇനി കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. മോൾക്ക് വേണ്ടി എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാകും. എനിക്ക് പഴയ സഞ്ജീവിനെ തിരിച്ചു വേണം. എനിക്കറിയാം ആ മനസ്സ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അത് മോളെ. അത്രയും പറഞ്ഞ് അയാൾ ശ്രീകുട്ടിയെ നോക്കി. അറിയാം, ഗോപിച്ചേട്ടൻ പറയാതെ തന്നെ എനിക്കറിയാം. എന്നെയല്ല ആ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, അവിടെ മുഴുവനും ദക്ഷയാണ്. പക്ഷേ ഇനി ഒരിക്കലും അത് ശരിയല്ല. അവളുടെ മനസ്സറിഞ്ഞ് അവളുടെ പ്രാണനായ ഒരാൾ കൂടെയുണ്ട്. നമ്മളായിട്ട് ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കരുത്. അതിന് ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് കുറെ അനുഭവിച്ചു. അവർ രണ്ടുപേരും, ഞങ്ങളും. എന്ത് നേടി? അതുകൊണ്ട് ഒന്നും നേടിയില്ല. കുറെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, സ്വസ്ഥത കുറഞ്ഞു. അത് മാത്രാണ് അതുകൊണ്ട് കിട്ടിയത്. മറ്റൊന്നും രണ്ടു കൂട്ടർക്കും കിട്ടിയില്ല. അവര് നെഞ്ചു നേറി ശപിച്ചാല് അത് മതി എല്ലാം തകർന്നു പോകാൻ, ഗോപിച്ചേട്ടൻ പറഞ്ഞു. അതെ, അവരുടെ ശാപം അത് സഞ്ജീവിന്റെ ജീവിതത്തിൽ വേണ്ട. അതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും കിച്ചണിലേക്ക് പോയി. അവിടെ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളവുമായിട്ടാണ് അവൾ അകത്തേക്ക് വന്നത്. ഗോപിച്ചേട്ടാ, ഞാനൊന്ന് പോയി സഞ്ജീവിനെ കണ്ടോട്ടെ, അവളുടെ കൂടെ തന്നെ പുറകെ വന്ന ഗോപിച്ചേട്ടനോട് അവൾ ചോദിച്ചു. വേണ്ട മോളെ, ഉറങ്ങായിരിക്കും. ഇനി കുറച്ച് സമയം എടുക്കും എഴുന്നേൽക്കാൻ. 1 അല്ല 2 ഡോസ് ഗുളികയാണ് കഴിച്ചിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? അവൾ ചോദിച്ചു. അതെ, ഈ പ്രശ്നം ഉണ്ടായതിൽ പിന്നെ എന്നും ഇങ്ങനെ തന്നെയാണ്, അല്ലാതെ ഉറങ്ങില്ല, അയാൾ പറഞ്ഞു. എന്നാ ഗോപിച്ചേട്ടാ, ഞാൻ പോയി ദക്ഷയെയും ശ്രീദേവിനെയും ഒന്ന് കണ്ടിട്ട് വരട്ടെ, അവൾ പറഞ്ഞു. മോൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോയി കണ്ടോളൂ. എനിക്ക് തോന്നുന്നു, ഞാൻ അറിഞ്ഞത് വെച്ച് ആണെങ്കിൽ അവര് ഇന്നൊരു യാത്ര പോവുകയാണ് എന്ന് തോന്നുന്നു, ഗോപിച്ചേട്ടൻ പറഞ്ഞു. അതെയോ? എന്നാ ഞാൻ പോയിട്ട് വരാം. പിന്നെ സഞ്ജീവ് എങ്ങാനും എഴുന്നേൽക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. എൻ്റെ നമ്പർ ഞാൻ ചേട്ടൻ്റെ ഫോണിൽ സേവ് ചെയ്യാം. ചേട്ടൻ്റെ ഫോൺ എവിടെ? അവൾ ചോദിച്ചു. അയാൾ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അതിൽ അവളുടെ നമ്പർ ആഡ് ചെയ്തു. എന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് അയാൾ നോക്കി നിന്നു. ഈശ്വര, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ഈ 2 കുട്ടികള് തെറ്റ് ചെയ്തവരാണ്. പക്ഷെ ഇനിയും അവരെ തെറ്റിലേക്ക് നയിക്കല്ലേ. 2 പേരും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ സന്തോഷകരമായൊരു കുടുംബജീവിതം 2 പേർക്കും ഉണ്ടാകണേ ദൈവമേ, കൂടെ ഉണ്ടാകണേ നീ അവരുടെ, അയാൾ മനസ്സറിഞ്ഞ് ആ നിമിഷം പ്രാർത്ഥിച്ചു. എന്നാൽ ഇതേ സമയം ശ്രീകുട്ടി നേരെ ചെന്നത് ശ്രീദേവിന്റെ വില്ലയിലേക്കായിരുന്നു. അതിനു മുമ്പ് പല പ്രാവശ്യവും താനും ദക്ഷയും എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലം അവൾക്ക് സുപരിചിതമായിരുന്നു. അവൾ കോളിംഗ് ബെല്ല് അടിച്ചതും പുറത്തേക്ക് വന്നത് വിശ്വമായിരുന്നു. ശ്രീകുട്ടിയെ കണ്ടതും അവന്റെ മുഖം മാറി. എന്താ താനെന്താ ഇവിടെ? വിശ്വം ചോദിച്ചു. അത് എനിക്ക് ശ്രീദേവിനെയും ദക്ഷയെയും ഒന്ന് കാണണം, ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അവൾ പറഞ്ഞു. അതിന്
ഇപ്പൊ പറ്റുമെന്ന് തോന്നുന്നില്ല ശ്രീകുട്ടി. ഞങ്ങളെല്ലാവരും കുറച്ചു ദിവസത്തേക്കുള്ള ഒരു യാത്ര പോവുകയാണ്. വിശ്വം വളരെ സൗമ്യമായി തന്നെ പറഞ്ഞു. എന്നാലും ഒരു 10 മിനിറ്റ് എനിക്കൊന്ന് കാണാൻ പ്ലീസ്. അവൾ അവന്റെ മുന്നിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ വിശ്വത്തിന് ശ്രീകുട്ടിയുടെ മാറ്റം വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടിയെ അല്ല, എപ്പോഴും തമാശ പറഞ്ഞ് കുസൃതിയുമായിട്ട് ദക്ഷയുടെയും കൂട്ടരുടെയും കൂടെ നടന്ന ആ ശ്രീകുട്ടിയിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് അവൻ ഓർത്തു. ആരാടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് റോയ് പുറത്തേക്ക് വന്നത്. അവിടെ നിൽക്കുന്ന ശ്രീകുട്ടിയെ കണ്ടപ്പോ അവന് വല്ലാത്ത ദേഷ്യം തോന്നി. എന്താ നീ ഇവിടെ? റോയ് ചോദിച്ചു. വിശ്വം ആ ചോദ്യം കേട്ടുകൊണ്ടാണ് റോയിയെ നോക്കുന്നത്. എടാ, അവൾക്ക് ദക്ഷയെയും ശ്രീദേവിനെയും കാണണമെന്ന്. ശ്രീകുട്ടി ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് വിശ്വം പറഞ്ഞു. എന്തിന്? ഇപ്പോ അവര് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. അത് കണ്ടിട്ട് ഇവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാകില്ല. അതിനെന്തെങ്കിലും കുത്തിത്തിരിപ്പുമായിട്ട് വന്നതായിരിക്കും അല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന റോയിയെ വിശ്വം തടഞ്ഞു. വേണ്ട, അവൾക്ക് കാണണമെന്ന് പറഞ്ഞത് ശ്രീദേവിനെയും ദക്ഷയെയുമാണ്. അവര് തീരുമാനിക്കട്ടെ ശ്രീകുട്ടിയെ കാണണോ വേണ്ടിയോ എന്ന് വിശ്വം പറഞ്ഞു. ദേവ്, ദച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്നും വിശ്വം അകത്തേക്ക് നോക്കി വിളിച്ചു. ആ, എന്താടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദേവ് പുറത്തേക്ക് വരുന്നത്. അവിടെ നിൽക്കുന്ന ശ്രീകുട്ടിയെ കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ സമയം തന്നെയാണ് ദക്ഷയും ഭാനുവും എല്ലാം പുറത്തേക്ക് വന്നത്. എന്താ വിശ്വ? അത്രയും പറഞ്ഞ് ദക്ഷ നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ശ്രീകുട്ടിയെ കണ്ടു. അവൾ ദേവിനെ ഒന്ന് നോക്കി. ആ സമയം തന്നെയാണ് ദേവും അവളുടെ മുഖത്തേക്ക് നോക്കിയത്. അവിടെ മൗനം മാത്രമായിരുന്നു. അതിനെ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് വരൂ ശ്രീകുട്ടി, ദേവ് പറഞ്ഞു. അത് കേട്ടതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അത് നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ശ്രീകുട്ടി പറഞ്ഞതും ദേവ് നോക്കിയത് ദക്ഷയെ ആയിരുന്നു. എനിക്ക് ദേവിനോടും ദക്ഷയോടും ആണ് സംസാരിക്കാനുള്ളത്, അവൾ പറഞ്ഞു. അതിനെന്താ, താൻ വാ, നമുക്ക് സംസാരിക്കാം, ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ദക്ഷയെ നോക്കി. അവളുടെ മുഖത്തും ഒരു ചെറിയ പുഞ്ചിരിയായിരുന്നു. വാ, തനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ വിശ്വം, നിങ്ങൾ ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്ക്, ഞങ്ങളിപ്പോ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. ശ്രീദേവ് ദക്ഷയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. അവരുടെ പുറകെയായിട്ട് ശ്രീകുട്ടിയും. താൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇവരുടെ കൂടെയുള്ള നിമിഷങ്ങൾ എന്ന് ആ സമയം ശ്രീകുട്ടി ഓർത്തു. അവർ കായലിന്റെ തീരത്തായിട്ടാണ് പോയി നിന്നത്. അല്പസമയം ആരും ഒന്നും മിണ്ടിയില്ല. പിന്നെ ദേവ് തന്നെ സംസാരിച്ചു തുടങ്ങി. എന്താണ് ശ്രീകുട്ടിക്ക് ഞങ്ങളോട് പറയാനുള്ളത്? ദേവ് സൗമ്യമായി തന്നെ ചോദിച്ചു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞ വിശ്വസിക്കുമോ എന്നറിയില്ല. എന്താണെങ്കിലും താൻ പറയ്. താൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ വിശ്വസിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ, ശ്രീദേവ് പറഞ്ഞു. അത് ആദ്യം തന്നെ അവൾ അത്രയും പറഞ്ഞു നോക്കിയത് ദക്ഷയായിരുന്നു. അവൾ ശ്രീകുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ ദക്ഷ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകുട്ടി ദക്ഷയുടെ കയ്യിൽ പിടിച്ചു. ദക്ഷ ഒന്നും മിണ്ടാതെ തന്നെ തന്റെ മുന്നിൽ നിന്ന് കണ്ണീരോടെ പറയുന്ന ശ്രീകുട്ടിയെ നോക്കി. പിന്നെ അടുത്ത് നിൽക്കുന്ന ശ്രീദേവിനെയും നോക്കി. തന്നെയും ശ്രീകുട്ടിയെയും നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും, ഞാൻ അതിന് നിന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ശ്രീകുട്ടി. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ. എന്നോട് നീയല്ലേ ദേഷ്യം കാണിച്ചത്? നീ എന്നും എൻ്റെ ശ്രീകുട്ടി തന്നെയാണ്. എൻ്റെ മനസ്സിൽ ഒരിക്കലും അതിന് മാറ്റം വന്നിട്ടില്ല. പിന്നെ എന്തോ തെറ്റിദ്ധാരണകൾ കൊണ്ട് കുറെ പ്രശ്നങ്ങൾ നമുക്കിടയിൽ സംഭവിച്ചു. അതിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ കണ്ടാൽ മതി. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണമെന്ന ദൈവവിധി ആയിരുന്നു. അത് സംഭവിച്ചു. ഇനി അതിനെപ്പറ്റി ഓർത്ത് പകയും ദേഷ്യവും ഒന്നും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഈ ഭൂമിയിൽ കുറച്ച് സമയമേ ഉള്ളൂ. അതിങ്ങനെ ദേഷ്യവും പരാതിയും വഴക്കുമെല്ലാം കാണിച്ചു തീർക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല, ദക്ഷ പറഞ്ഞുകൊണ്ട് ദക്ഷ ശ്രീകുട്ടി പിടിച്ച കൈകൾക്ക് മുകളിൽ കൈകൾ വെച്ചു. ആ സമയം ശ്രീകുട്ടി ഒരു പൊട്ടിക്കരച്ചിലോടെ പെട്ടെന്ന് ദക്ഷയുടെ കാലിലേക്ക് വീണു. അയ്യോ, നീ ഇതെന്തി കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് ഒന്ന് പിന്നിലേക്ക് രണ്ടടി വെച്ചു. ദക്ഷ ശ്രീകുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മിണ്ടാതെ കൈകൾ കെട്ടി നിൽക്കുകയായിരുന്നു ശ്രീദേവ്. ഇതെല്ലാം കണ്ട്
എന്നോട് ക്ഷമിക്കോ ദേച്ചു? ഞാൻ ഞാനന്ന് എൻ്റെ സാഹചര്യങ്ങൾ അതായിരുന്നു. ഞാൻ ഞാൻ അറിഞ്ഞില്ല അത്. സഞ്ജീവ്, മതി മതി ശ്രീകുട്ടി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വീണ്ടും അത് പറഞ്ഞ് എന്നെ ഇനി ഓർമ്മപ്പെടുത്തേണ്ട. ഞാൻ മറവിക്ക് വിട്ടുകൊടുത്ത വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. അതുകൊണ്ട് ഇനി അത് നീ എന്നെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ട. ഞാനും എൻ്റെ ശ്രീദീവും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി, സന്തോഷമായിട്ട്. അതിനിടയ്ക്കുണ്ടായിരുന്ന ആ വർഷങ്ങൾ എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എൻ്റെ എൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഏറ്റവും അടുത്ത എൻ്റെ കൂട്ടുകാരിയായ നിന്നെ, പിന്നെ ദൈവം എനിക്കൊരിക്കലും തിരിച്ചു കിട്ടാത്ത എൻ്റെ കുഞ്ഞ്. ഇനി അതോർത്ത് എനിക്ക് വയ്യ. കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ നഷ്ടപ്പെടുത്തില്ല. അതിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എൻ്റെ ദേവ്. ദേവിനെ എനിക്ക് തിരിച്ചു കിട്ടി. ഇനി എനിക്ക് നീയാണ്. നീ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നില്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പഴയതൊന്നും ഒരിക്കലും ഞാൻ ഓർത്ത് നിന്നെ വേദനിപ്പിക്കില്ല. ഞാൻ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും ഒരുപാട് വേദനിച്ചില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ അത് മറക്കാം. ഇനി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ അധ്യായങ്ങളെക്കുറിച്ച് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ അവളെ കെട്ടിപ്പിടിച്ചു. കുറച്ചു സമയം അവർ ആരും മിണ്ടാതെ നിന്നു. അതെ, ഇങ്ങനെ നിൽക്കാൻ തന്നെയാണോ തീരുമാനം? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയണം. എല്ലാവരും പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ശ്രീദേവ് പറഞ്ഞു. സോറി, ഞാൻ ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ശ്രീകുട്ടി ചോദിച്ചു. ഇതുവരെ ബുദ്ധിമുട്ടായിട്ടില്ല, പക്ഷേ ഇത് കുറെ നേരായി കാര്യമൊന്നും പറയാതെ എന്നെ ഇങ്ങനെ പോസ്റ്റാക്കുന്നത്. കാര്യം പറഞ്ഞോളൂ, ശ്രീദേവ് പറഞ്ഞു. ഞാൻ പറയാൻ വന്നത് സഞ്ജീവിനെ കുറിച്ചാണ്. അവൾ പറഞ്ഞതും ശ്രീദേവും ദക്ഷയും പരസ്പരം നോക്കി. പിന്നെ ശ്രീകുട്ടിയെ നോക്കി. നിനക്ക് സഞ്ജീവിനെ വേണം അല്ലേ? ദക്ഷ ചോദിച്ചതും ശ്രീകുട്ടി അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ, അവൾ പതിയെ പറഞ്ഞു. പതിയെ അല്ല, ഉറച്ച ശബ്ദത്തിൽ നീ പറയണം, നിനക്ക് സഞ്ജീവിനെ വേണമെന്ന്. എനിക്കറിയാം നിന്റെ മനസ്സ്. ഇപ്പോൾ എനിക്ക് നീ പറയാതെ തന്നെ അറിയാം. പക്ഷെ ഇതില് എന്റെ തെറ്റ് ഒന്നുമില്ല ശ്രീകുട്ടി, ദക്ഷ പറഞ്ഞു. അറിയാം ദക്ഷ, നിന്റെ ഭാഗത്തു നിന്ന് ഒരു തരി പോലും തെറ്റില്ല എന്ന് എന്നേക്കാൾ നന്നായിട്ട് ആർക്കാണ് ദച്ചു അറിയുന്നത്. പക്ഷേ സഞ്ജീവിന് പറഞ്ഞ മനസ്സിലാകുന്നില്ല. എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. ഞാനും അങ്ങോട്ട് സ്നേഹിക്കുന്നില്ല. പക്ഷേ എന്നെ സ്വന്തമാക്കിയ ആളല്ലേ, എൻ്റെ അനുവാദം പോലും ഇല്ലാതെ. അതുകൊണ്ട് എനിക്ക് വേണം ദക്ഷ. പിന്നെ സഞ്ജീവിനെ ഞാൻ കുറ്റം പറയില്ല. നിന്നെ ഒരുപാട് നാളുകൾക്ക് മുന്നേ പ്രണയിച്ചു തുടങ്ങിയതാണ് ആ മനുഷ്യൻ. പെട്ടെന്ന് ആ പ്രണയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഭ്രാന്തിയാണ് ആ കാണിച്ചു കൂട്ടുന്നത് എല്ലാം. എത്രമാത്രം ആ മനുഷ്യൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ സ്നേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട്, അല്പം അസൂയയുണ്ട്. ആ സ്നേഹം എനിക്ക് വേണമെന്ന് ഇപ്പൊ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതിലൂടെ എനിക്ക് സഞ്ജീവിനെ പുതിയൊരു മനുഷ്യനായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അത് കേട്ടതും ദക്ഷ അത്ഭുതത്തോടെ അവളെ നോക്കി. നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ? ദക്ഷ ചോദിച്ചു. എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ ഇപ്പോൾ ആരുമില്ല. സഞ്ജീവിനും അങ്ങനെ തന്നെയാണ്. എല്ലാവരും വെറുക്കപ്പെട്ട് ജീവിക്കുകയാണ്. അവിടേക്ക് എനിക്ക് കയറി ചെല്ലണം ദക്ഷ. സ്നേഹമായിട്ട്, പ്രണയമായിട്ട് എല്ലാം ആ ജീവിതത്തിലേക്ക് എനിക്ക് കയറി ചെല്ലണം, ശ്രീകുട്ടി പറഞ്ഞു. നന്നായി ശ്രീകുട്ടി, നിന്റെ തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ്. സഞ്ജീവിനെ നിന്നെപ്പോലെ തന്നെ എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവനെ ഒരുപാട് ഞാൻ ഉപദ്രവിക്കാത്തതും നശിപ്പിച്ച് കളയാത്തതും. അല്ലെങ്കിൽ എൻ്റെ പെണ്ണിനെ സ്നേഹിച്ച് എന്നെയും എൻ്റെ പെണ്ണിനെയും ഇത്രയധികം ഉപദ്രവിച്ച അവനെ ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ വെച്ചേക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശ്രീകുട്ടി? ഒരിക്കലുമില്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ പ്രണയമാണ്. ആ പ്രണയം അത് എൻ്റെ പെണ്ണാണെന്ന് മാത്രം. ആ പ്രണയത്തെയാണ് അവൻ്റെ ജീവിതം നശിപ്പിച്ചത്, അവനെ ഇങ്ങനെയാക്കിയത്. അതവൻ തിരിച്ചറിയണം. അത് മാത്രമല്ല, അവൻ്റെ പ്രണയം അവൻ ഉള്ളിൽ തന്നെ ഒതുക്കി. അതിവളോട് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇവൾക്ക് അവനോട് ഒരു പ്രണയവും ഇല്ല. അപ്പൊ എങ്ങനെയാണ് ആ ബന്ധത്തെ പ്രണയം എന്ന് വിളിക്കുന്നത്? അവൻ ഇവളോട് തോന്നിയ
ഒരു ഇഷ്ടം. അത് മാത്രമായിട്ട് അത് ഒതുങ്ങി. എന്തായാലും ഇനി അവൻ എന്ത് ചെയ്താലും ഇവളെ അവന് കിട്ടില്ല. അത് അവൻ മനസ്സിലാക്കണം. അങ്ങനെ ഒരു തിരിച്ചറിവ് അവനുണ്ടായാൽ മാത്രമേ അവന്റെ ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് അവനെ മാറ്റിയെടുക്കാൻ പറ്റൂ. ഇപ്പോ നിന്റെ ഈ വരവ് പോലും അതിനല്ലേ? നിനക്ക് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, നിന്റെ ജീവിതത്തിലേക്ക്. ശ്രീദേവി ചോദിച്ചു. അതെ, എനിക്ക് വേണം. ഈ ഭൂമിയിൽ എനിക്കിപ്പോൾ ആരുമില്ല. അന്ന് ആ രാത്രി സംഭവിച്ചത് അത് സംഭവിച്ചു. ഇനി ഞാൻ അതോർത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ ഭൂമിയിൽ ആരുമില്ലാതെയാകുന്ന ഒരവസ്ഥ, അത് അതെനിക്കിപ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ട്. എൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ സഞ്ജീവും. പക്ഷേ ഒരു വ്യത്യാസം, ഒരുപാട് പേരുണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥ, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ശ്രീകുട്ടി പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.